നിങ്ങൾ പണ്ടെങ്ങാനും തുടങ്ങിയ വല്ല യൂട്യൂബ് ചാനലെല്ലാം എടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ വീഡിയോസ് ഇടാണ്ട് വെറുതെ യൂട്യൂബ് ചാനൽ എടുക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ, അതായത് കംപ്ലീറ്റ് ആയിട്ട് അതിലത്തെ വീഡിയോസ് കണ്ടൻറ്റും ആ ചാനൽ മൊത്തമായിട്ട് ഡിലീറ്റ് ചെയ്ത് കളയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം ആ ഒരു ചാനൽ മൊത്തത്തിൽ തന്നെ ഡിലീറ്റ് ചെയ്യണേന്ന്. അപ്പോൾ ഇത് ഭയങ്കര കുറച്ച് സിമ്പിൾ പരിപാടികളാണ്. ജസ്റ്റ് അതിൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോ എടുത്തിട്ട് അതിൽ കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്താൽ നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് ഒരുമിച്ച് ആ കണ്ടൻറ്റ് ഉൾപ്പെടെ ചാനൽ ഉൾപ്പെടെ ഫുള്ളായിട്ട് പെർമനൻ്റ്ലി ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും. പിന്നെ തിരിച്ചെടുക്കാനൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ പെർമനൻ്റ്ലി ഡിലീറ്റിംഗ് ആണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നിങ്ങളുടെ മൊബൈലിൽ ഗൂഗിൾ ക്രോം എടുക്കുക. ക്രോം എടുത്തതിന് ശേഷം ജസ്റ്റ് studio.youtube.com ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ അതിവിടെ ഏറ്റവും താഴെ വന്നിട്ടുണ്ട് studio.youtube.com. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ നിങ്ങളുടെ ആപ്പ് ഉണ്ടെങ്കിൽ ഗെറ്റ് ആപ്പ് അല്ലെങ്കിൽ കണ്ടിന്യൂ ടു സ്റ്റുഡിയോ എന്ന അടിയിൽ ഓപ്ഷൻ കാണാം. ഞാൻ ജസ്റ്റ് കണ്ടിന്യൂ ടു സ്റ്റുഡിയോ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിൽ കോർണറിലായിട്ട് നമുക്ക് നമ്മുടെ അക്കൗണ്ടിൻ്റെ പ്രൊഫൈൽ ഫോട്ടോ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഏത് അക്കൗണ്ടാണ് ഡിലീറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു അക്കൗണ്ട് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഐക്കൺ സെലക്ട് ചെയ്തതിന് ശേഷം സ്വിച്ച് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് അക്കൗണ്ടാണോ ഡിലീറ്റ് ചെയ്യേണ്ടത് ആ ഒരു അക്കൗണ്ട് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്യാനുള്ള അക്കൗണ്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ലോഗോ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഏറ്റവും മുകളിലോട്ട് സ്ക്രോൾ ചെയ്യാം. അപ്പോൾ ഏറ്റവും മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഏറ്റവും അടിഭാഗത്തായിട്ട് സെറ്റിങ്സിൻ്റെ ഓപ്ഷൻ കാണാം, അതെടുക്കുക. അപ്പോൾ ഇതേപോലെ സെറ്റിങ്സ് ലോഡായിട്ട് വരും. അപ്പോൾ ഇവിടെ ജനറൽ ഉണ്ട്, ചാനലുണ്ട്. അപ്പോൾ ഇതിൽ ചാനൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. അഡ്വാൻസ്ഡ് സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതെടുക്കുക. അതിനുശേഷം മുകളിലോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുക. അപ്പോൾ ഏറ്റവും താഴെയായിട്ട് റിമൂവ് യൂട്യൂബ് കണ്ടൻറ്റ് എന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ടിൻ്റെ ആ ഒരു സംഭവം ലോഡായിട്ട് വരും. അപ്പോൾ ഇവിടെ വെരിഫൈ ചെയ്യും. അപ്പോൾ നമ്മൾ ജസ്റ്റ് സ്ക്രീൻ ലോക്ക്, അതായത് ഇപ്പോൾ നിങ്ങളുടെ ഫിംഗർ പ്രിൻ്റ് ആണെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് വെച്ച് കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ വേറെ പാറ്റേണോ എന്താണെന്ന് വെച്ചാൽ അത് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ രണ്ട് ഓപ്ഷനുകൾ വരും. ഐ വാണ്ട് ടു ഹൈഡ് മൈ ചാനൽ, ഐ വാണ്ട് ടു പെർമനൻ്റ്ലി ഡിലീറ്റ് മൈ കണ്ടൻറ്റ്. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷനാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ടിക്ക് ബോക്സ് ഉണ്ട്, രണ്ട് ടിക്ക് ബോക്സുകൾ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഫോളോയിങ് വിൽ ബി ഡിലീറ്റഡ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ 7 വീഡിയോ ആണ് ഉള്ളത്, 2 പ്ലേലിസ്റ്റ്, 4 സബ്സ്ക്രൈബറുള്ള ഒരു ചെറിയൊരു ചാനലാണത്. അപ്പോൾ അതിൽ റിപ്ലേസ്, യൂട്യൂബ് ഗിസ്റ്റ്, സെർച്ച്, വാച്ച് ഹിസ്റ്ററി എല്ലാ സംഭവങ്ങളും, പിന്നെ പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ ദാറ്റ് യു ഓൺ വിൽ ബി ക്യാൻസൽഡ്, യു വിൽ സ്റ്റിൽ ഹാവ് ആക്സസ് ആൻഡ് അപ്പോൾ അങ്ങനെ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് ഏത് ഓപ്ഷൻ വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ രണ്ടും സെലക്ട് ചെയ്തതിന് ശേഷം ഡിലീറ്റ് മൈ കണ്ടൻറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇമെയിൽ അഡ്രസ്സ് ടൈപ്പ് ചെയ്യാൻ വരുന്നുണ്ട്. പെർമനൻ്റ്ലി ഡിലീറ്റ് ഓൾ യുവർ യൂട്യൂബ് കണ്ടൻറ്റ്, ഓൾ യുവർ വീഡിയോസ്, പ്ലേലിസ്റ്റ്, ലൈക്ക്, സബ്സ്ക്രിപ്ഷൻ, കമൻറ്റ്, മെസ്സേജ് എല്ലാം. അപ്പോൾ പ്ലീസ് കൺഫേം ബൈ ടൈപ്പിംഗ് ഇൻ യുവർ ഇമെയിൽ അഡ്രസ്സ്. അപ്പോൾ ഇവിടെ ഇമെയിൽ അഡ്രസ്സ് മുകളിൽ കൊടുത്തിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് താഴേക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഡിലീറ്റ് മൈ കണ്ടൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് കൊടുക്കുക. അപ്പോൾ ഇവിടെ യുവർ കണ്ടൻറ്റ് ഈസ് ബീയിങ് ഡിലീറ്റഡ് എന്ന് പറഞ്ഞിട്ട് എഴുതി കാണിക്കും. യുവർ കണ്ടൻറ്റ് ഈസ് ഇൻ ദ പ്രോസസ് ഓഫ് ബീയിങ് പെർമനൻ്റ്ലി ഡിലീറ്റഡ്. Usually this takes a few minutes but can take up to couple of days if you have a lot of content. അപ്പോൾ കുറച്ച് കണ്ടൻറ്റ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഡിലീറ്റ് ആവും, അല്ലെങ്കിൽ കുറേ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ കുറച്ച് ദിവസം പിടിക്കും. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ നിങ്ങളുടെ ആ ഒരു അക്കൗണ്ട് മൊത്തത്തിൽ പോയിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയുള്ള പരിപാടി. അപ്പോൾ ഇനി നമുക്കിത് ജസ്റ്റ് ക്ലോസ് ചെയ്ത് കളയാം.